നമസ്കാരം, ലാലൂർ ദേവസ്ഥാനം എന്നാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്നും പതിവ് പോലെ തന്നെ ഒരു ആളുടെ മറുപടിയാണ്, ഒരാളുടെ ചോദ്യത്തിനുള്ള ഒരു രസകരമായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ്. സ്വാമി മുസ്ലിംസാണ്. എനിക്ക് വരാതെ കാര്യങ്ങൾ നടക്കാനായിട്ട് വല്ലതുണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞതൊക്കെ ഞങ്ങൾക്ക് എന്തോ അവരെ എന്തോ ഉദ്ദേശിക്കണമെന്ന് ഞാൻ ഇനി അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്, അതിനെക്കുറിച്ച് ഞാൻ പറയാതിരിക്കുന്നില്ല. അപ്പോൾ ലാലൂർ ദേവസ്ഥാനത്തേക്ക് വരുന്നതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. അതായത് എനിക്കിവിടെ പരസ്യങ്ങളൊന്നുമില്ല. ലാലൂർ ദേവസ്ഥാനത്തിനെ കുറിച്ച് പരസ്യം ചെയ്യലോ, അങ്ങനെ പരസ്യം വന്നിട്ട് ആൾക്കാർ ഇവിടെ കൂട്ടമായിട്ട് ആൾക്കാർ വരിക, അല്ലെങ്കിൽ ഒരുപാട് തിരക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങൾ വന്നാൽ നിങ്ങളല്ലാണ്ട് വേറൊരാൾ ഇവിടെ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരെങ്കിലും കണ്ടുമുട്ടുന്നുള്ള പേടി വേണ്ട. പിന്നെ ലാലൂർ ദേവസ്ഥാനത്തിനെ കുറിച്ച് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വഴിയിൽ ചോദിച്ചാൽ പോലും അവർക്ക് പോലും അറിയില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ലാലൂർ ദേവസ്ഥാനം ഒക്കെ അതല്ലാതെ ഇവിടെ കൊട്ടാരം പോലെയുള്ള ഒരു കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ അവണയങ്കാട് വിഷ്ണുമായ ക്ഷേത്രമുണ്ട്. കാനാടിക്കാവ് എന്ന് പറഞ്ഞിട്ടൊരു വിഷ്ണുമായ ക്ഷേത്രമുണ്ട്. ദേവസ്ഥാനം എന്ന് പറഞ്ഞിട്ട് മഹാക്ഷേത്രങ്ങൾ. അതൊക്കെ കൊട്ടാരം പോലെ സ്വർണം കൊണ്ട് അതൊക്കെ യൂട്യൂബിൽ അടിച്ചാൽ തന്നെ കാണാം. അവിടെയൊക്കെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അതായത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾ പോണ സമയത്ത് നിങ്ങളുടെ അയൽവാസികളായ മുഹമ്മദ്, ബഷീർ, സൈനബ, ഫാത്തിമ അവരൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതൊന്ന് നോക്കണം. സംഗതി നിങ്ങൾ പർദ്ദക്കിട്ടിട്ടാണ് പോണത് എങ്കിൽ പോലും ചിലപ്പോൾ പർദ്ദിട്ടാലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കണ്ണുകളൊക്കെ നോക്കിയിട്ടാണല്ലോ നിങ്ങൾ ആളെ കണ്ടുപിടിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അവിടേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദുക്കളെക്കാളും കൂടുതൽ ക്രിസ്ത്യൻസും മുസ്ലിംസാണ്. ഞാനൊരിക്കൽ പോയപ്പോൾ അവിടെ പർദ്ദിട്ടൊരു മാത്രമേ ഉള്ളൂ. ഒരു തവണ ഞാൻ എന്തൊരു ആവശ്യത്തിനായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു കർമ്മത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെ കണ്ടത്. അതുപോലെ അവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ലാലൂർ ദേവസ്ഥാനത്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ജാതി മതം എന്നൊന്നും പറയുന്നത്, ദൈവത്തിന് അങ്ങനെ ജാതി മതമൊന്നും ഇല്ല കേട്ടോ. ദൈവത്തിന് മനുഷ്യരും ഇല്ല, ജീവനുള്ള ജീവജാലങ്ങളാണ് ദൈവത്തിനുള്ളൂ. ഇനി മനുഷ്യൻ ആണ് പെണ്ണ് അങ്ങനെയുള്ളതൊന്നുമില്ല. ദൈവത്തിനെ സംബന്ധിച്ച് മതങ്ങളും ജാതി മതം ഇതൊന്നുമില്ല. മനുഷ്യൻ അങ്ങനെയാണ്, സ്ത്രീ പുരുഷൻ ഇതൊന്നുമില്ല. ജീവജാലങ്ങളാണ് ആളുടെ കാഴ്ചപ്പാടിലുള്ളൂ. ഒരു മനുഷ്യജീവി, ഒരു പട്ടി എന്ന മൃഗജീവി, മീൻ എന്ന വെള്ളത്തിൽ വസിക്കുന്ന ജീവി, അങ്ങനെ ജീവികളാണ് നമ്മൾ. ജീവൻ നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൂ. അല്ലാണ്ട് ദൈവത്തിന് ജാതി, അവൻ ഹിന്ദു ആണ്, ക്രിസ്ത്യനാണ്, മുസ്ലിമാണ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആവശ്യക്കാരുണ്ടാവും. ജാതി മതത്തിനെ കൊണ്ടൊക്കെ വെച്ച് ഗുണമുണ്ടാകുന്ന ആൾക്കാർക്കാണ് അതൊക്കെ ഉള്ളൂ. അമ്പലങ്ങളിലും പള്ളികളിലും അവിടെയൊന്നും ജാതി മതമൊന്നും കാണാറില്ല. അതായത് എൻ്റെ വൈഫ് ക്രിസ്ത്യനാണ്. ഞാൻ ഇതൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മരുമകൾ മുസ്ലിമാണ്. ഞാൻ മുസ്ലിം പള്ളിയിൽ പോകാറുണ്ട്. പച്ചപ്പട്ടും ചന്ദനത്തിരിയും ഇതൊക്കെ കൊടുക്കാനായിട്ട്. ചിലർക്ക് ദുബായിലുള്ള ആൾക്കാർക്കൊന്നും കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാൻ കൊടുക്കാൻ പോകാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ, മോസ്കിൻ്റെ ഉള്ളിലൊന്നും കയറി പ്രാർത്ഥിച്ചിട്ടുള്ളൊരു പരിചയമില്ല. എന്നാൽ ക്രിസ്ത്യൻ പള്ളിയിൽ ധാരാളം പോകാറുണ്ട്. ഞാൻ എൻ്റെ വൈഫിൻ്റെ ഒപ്പമൊക്കെ ഞാൻ നൊവേനയ്ക്ക് പങ്കെടുക്കാറുണ്ട്. എൻ്റെ അവിടെ വലിയ പുത്തൻപള്ളി, അതുപോലെ തന്നെ ലത്തീൻ പള്ളിയിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പോയിരുന്നതാണ്. ഒരു കുറേ കാലങ്ങൾക്ക് മുൻപ് സ്ഥിരമായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും നൊവേനയ്ക്ക് പങ്കെടുത്തിരുന്നതാണ്. അതുപോലെ ലത്തീൻ പള്ളിയിൽ, പുത്തൻപള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും നൊവേനയ്ക്ക് പങ്കെടുത്തിരുന്നതാണ്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും അതെ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വേഷത്തിലൊക്കെ ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ അതൊരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാ ആചാരങ്ങളും നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ജാതി മതത്തിനെ കുറിച്ചൊന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. പിന്നെ ലാലൂർ ദേവസ്ഥാനത്ത് വന്നാലും ഇനി കാര്യങ്ങൾ നടക്കുന്നൊന്നുമില്ല. ഇവിടെ അങ്ങനത്തെ രീതിയില്ല. ഇവിടെ നിന്ന് നിങ്ങൾ ഏത് ലോകത്തിരുന്നിട്ടും ഒരു നാണയം വേണമെന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു തോന്നുന്നു. ഒരു കല്ല് എടുത്തിട്ട് ലാലൂർ ദേവസ്ഥാനം കരിങ്കുട്ടി ചാത്താന്ന് പറഞ്ഞ് വരുന്നതാണ് ഇവിടുത്തെ മൂർത്തികൾ. മറ്റുള്ള അവിടുത്തെ പോലെ ക്ഷേത്ര ദർശനം നിർബന്ധമൊന്നുമില്ല. മറ്റുള്ള ഇപ്പോൾ ഗുരുവായൂരാണെങ്കിൽ ഗുരുവായൂരപ്പനെ കാണണമെങ്കിൽ ഗുരുവായൂർ തന്നെ പോകണം. വെങ്കിടജലപതിനെ കാണണമെങ്കിൽ തിരുപ്പതിയിൽ പൂവ് തന്നെ വേണം. എന്നാലും എളുപ്പമല്ലാട്ട കാണാൻ. ഞാൻ പോയിട്ട് ഒരു തവണ കാണാണ്ട് മടങ്ങി വന്നിട്ടുണ്ട്. അവിടേക്കൊക്കെ പോകണമെങ്കിൽ അത്രയ്ക്കും ഇതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഇനി വേളാങ്കണ്ണി മാതാവിനെ കാണണമെങ്കിൽ വേളാങ്കണ്ണിക്ക് തന്നെ പോകണം. ലാലൂർ ദേവസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ ലാലൂർ ദേവസ്ഥാനത്ത് വരണമെന്ന് നിർബന്ധമില്ല. എവിടെ ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് വിളിച്ചാലും നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ് ലാലൂർ ദേവസ്ഥാന മൂർത്തികൾ. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ
ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങളാണ് സ്വാമിയുടെ പേരും പ്രശസ്തിയും ലോകത്തിന് മുന്നിലെത്തിക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാനുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം. ലാലൂർ ദേവസ്ഥാനമേ അഭയം.